സത്യമാണെന്ന് എനിക്കറിയില്ല. ഈ ട്രോള് വരുന്ന സമയമാണല്ലോ. രണ്ട് വർഷം 3 വർഷം മുമ്പ് നിരഞ്ജൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് കഥകളി ഡാൻസർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസർ എന്ന് പറഞ്ഞിട്ടൊരു അതെൻ്റെ ഉണ്ടായിരുന്നു, കുറച്ച് നാളൊരു മൊബൈലിലുണ്ടായിരുന്നു. അത് എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്നുള്ളത്. ഡാൻസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് ഡാൻസുമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു മേഖലയാണ്. ഇപ്പം അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം. എന്തെങ്കിലും എങ്ങനെ കിട്ടുക നമ്പർ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഞാൻ തരാം. താങ്കളുടെ ഫോട്ടോ വെച്ചിട്ട് കേരളത്തിലെ സീരിയൽ രംഗത്തെ ടോപ്പ് ക്ലാസിക്കൽ ഡാൻസേഴ്സ് സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. 10 ഡാൻസേഴ്സ് അതിനകത്ത് കൗണ്ട് 10 തൊട്ട് റിവേഴ്സാണ്. ഏറ്റവും കോമഡി ഡാൻസ് നേട്ടാൻ ആ നിമിഷം നാട് വിടും. പാട്ട് പാടും. പാട്ട് ബാത്റൂം സിംഗറാണ്. പിന്നെ വീട്ടിലൊക്കെ ചെറുതായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ 2 പേര് അല്ല, ഇനി അതിന് വേറെ ട്രോള് പറഞ്ഞത്. ഞാൻ ശ്രമിക്കാം, പാടാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും 2 പേര് പാട്ട് നിർബന്ധമാണല്ലോ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഹിമബിന്ദു മുഖപ്പടം ചാർത്തിയ പൂവിനെ മധുകരന്നുകരാതെ ഉഴറും പോലെ അരിയനിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു. നിഴലുകൾ കളമെഴുതുന്നോരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു. മറ്റൊരു സന്ധ്യയായി നീ വന്നു. തെറി വിളിക്കരുത്, എനിക്കിങ്ങനെ അല്ലല്ല, ഇത് ബാത്റൂം സിംഗർ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇത് കുറച്ചധികം ക്ലാസിക്കൽ ടച്ചുള്ള ഒരു പാട്ടാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഭയങ്കര പാടാണ് പാടാനായിട്ട്. ലോയിൽ വരുമ്പോൾ തന്നെ നമുക്ക് ബേസ് വരുന്നൊരു പാട്ടാണ്. അടിപൊളി കേട്ടോ, സൂപ്പറായിട്ട് പാടി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് 10 ഇടാം. നമ്മുടെ സീരിയൽ രംഗത്തെ പാട്ടുകൾ ടോപ്പ് 10 ആരാണ്. ആവശ്യമില്ലാത്ത ഒരു പട്ടികയിലേക്കും ചേർക്കരുത്. കാരണം ഇപ്പം ഈ പറഞ്ഞ അനീഷ് പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസർ എന്നുള്ള സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പരമാർത്ഥമായ കാര്യം. ഡാൻസ് കേട്ടാൽ നാട് വിടുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ കലാരൂപങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്യുന്നവരോട് ഭയങ്കര ആരാധനയാണ്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അതിമനോഹരമായിട്ട് ചെയ്യുമ്പം നമ്മളത് അംഗീകരിക്കണമല്ലോ. അല്ല ചിന്നി, അവർക്ക് തെറ്റിപ്പോയതായിരിക്കും. ഏറ്റവും ആസ്വദിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ അതായിരിക്കും ചാൻസ്. നമ്മൾ മാനത്തെ കൊട്ടാരം സീരിയലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നല്ലൊരു കഥാപാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കഥാപാത്രത്തിൻ്റെ പേര്, കഥാപാത്രം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എവിടം വരായ കഥാപാത്രത്തിൻ്റെ പേര് മനോജ് എന്നാണ്. ആള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സാണ് അയാളുടെ മൈൻഡിലുള്ളത്. പക്ഷേ ഒന്നും തന്നെ നടക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ എന്നാൽ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഭാര്യയുടെ ചിലവിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്താ പറയുക, ഭാര്യയൊക്കെ ഇങ്ങനെ ഭാര്യയുടെ കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഇങ്ങനെ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ, കോമഡി ആയിട്ട് എടുത്താൽ മതി. നമ്മുടെ ഈ സ്ഥലത്തൊക്കെ പറയാം കള്ളച്ചോറ് കഴിച്ച് ജീവിക്കുന്നു പറഞ്ഞത്. അത് കോമഡി. ഞങ്ങളിവിടെ വന്നപ്പം ബാങ്കിൽ പോയിട്ട് വന്ന സീനാണോ എടുത്തത്? ഞങ്ങളൊരു എൻക്വയറിക്ക് പോയിട്ട് വരുന്ന സീനാണ്. അതെനിക്ക് മനസ്സിലായത്. ആ വന്ന വരവ് കണ്ട് ഇപ്പം ഇതുകൂടെ മനസ്സിലായി. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ആ സീനാണ് ഇവിടെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം സൈസാറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ്. ഡയറക്ടർ അല്ലേ? എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? സാറിൻ്റെ കൂടെ എൻ്റെ 3ാമത്തെ പ്രോജക്റ്റാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പ്രോജക്റ്റിനെ പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്നത് നമ്മുടെ അരോമ മൂവീസിൻ്റെ സീരിയലാണ്. സജി സാറാണ്. അപ്പം അരോമയിലാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ സജി സാറിൻ്റെ പ്രോജക്റ്റിന് കേട്ടപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി. ഞാൻ പറയുന്നത് 3ാമത്തെ പ്രോജക്റ്റാണ്. എൻ്റെ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് വന്ന മറ്റൊരു ക്യാരക്ടറായിരുന്നു സാറിൻ്റെ പൂക്കാലം വരവായിൽ ഹർഷൻ എന്നുള്ള കഥാപാത്രം സി കേരളത്തിൽ. അത് ഈ മറ്റേ രാത്രിമഴയിൽ വേറൊരു ടൈപ്പ് പ്രേമമാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന, സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുന്ന ഒക്കെ ഒരു ക്യാരക്ടർ. അല്ല, കെട്ടുക എന്നുള്ളൊരു അതായത് ഭയങ്കരമായിട്ട് പ്രേമം തലക്ക് പിടിച്ചൊരു അവസ്ഥയായിരുന്നു. ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, മൊത്തം ലവ് സ്റ്റോറി ആണല്ലോ കിട്ടുന്ന മൊത്തം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മൊത്തം ലവ് സ്റ്റോറി ആണല്ലോ വരുന്നത്. അതെന്താണ്? അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് എൻ്റെ തിരക്ക് ഇങ്ങനെ ലവ് സ്റ്റോറികൾ മാത്രം വരുന്നത് എന്താണ്? എനിക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ ഇനി ചിന്തിക്കണം കേട്ടോ. അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില സിനിമയിലൊക്കെ പോലീസ് കഥാപാത്രം ചെയ്യുന്ന ആൾക്ക് സ്ഥിരമായിട്ട് പോലീസായിരിക്കും. ഇത് സ്ഥിരം കാമുകനായി മാറും. ഇതിനകത്ത് കാമുകനായിട്ട് വന്നിട്ട് കല്യാണം കഴിച്ചു കാണാം. അതിനകത്ത് കാമുകനായിട്ട് മാനത്തെ കൊട്ടാരത്തിൽ കാമുകനായിട്ട് പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന്
കെട്ടി കൊണ്ടുവന്ന അവിടെ ലവ് സ്റ്റോറി, അവിടെയും ലവ് സ്റ്റോറിയാണ്. ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും സീരിയലിൽ കമ്മിറ്റ്? ഞാൻ ഇപ്പം ഒരു മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഒറ്റ എപ്പിസോഡേ ഉള്ളൂ, ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അപ്പം അതാണ് ഇപ്പോൾ ഇനി വരാനുള്ളത്. ഈ എല്ലാവരുടെയും ആഗ്രഹം സിനിമയാണ്. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് എനിക്ക് സിനിമ വേണ്ട, സീരിയൽ മാത്രം മതി. കാര്യം സീരിയലാകുമ്പോൾ എല്ലാവരുടെ മുന്നിലും ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയാകുമ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കും, ചിലപ്പോൾ ഒരു മാസം നിൽക്കും. സീരിയലാകുമ്പോൾ അങ്ങനെയല്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സിനിമയും സീരിയലും സത്യം പറഞ്ഞാൽ രണ്ടും രണ്ട് കലാരൂപങ്ങളെന്ന് തന്നെ പറയും. ഇപ്പം എന്നെ സംബന്ധിച്ച് സിനിമയാണോ സീരിയലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറയാൻ എനിക്ക് അന്നം തരുന്നത് സീരിയലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സീരിയൽ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷെ സിനിമ തീർച്ചയായിട്ടും എല്ലാവരുടെയും പോലെ എൻ്റെയും സ്വപ്നമാണ്. ഞാൻ ഒരു മൂവി ചെയ്തിരുന്നു, ഗോസ്റ്റ് ഇൻ ബെത്ലഹേം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിരുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു സമയത്താണ് നമ്മുടെ സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, തിയേറ്റർ ഒരു എക്സ്പീരിയൻസ് മിസ്സായി. അതെ. പക്ഷെ ഇപ്പം ആ സിനിമ നമുക്ക് വീട്ടിലൊക്കെ തിയേറ്ററിലൊക്കെ ഉണ്ട്. വീട്ടിൽ കാണാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ വിചാരിക്കും ദൈവമേ നന്നായിട്ട് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ഭംഗിയാക്കാം. അതെനിക്ക് ഒട്ടുമിക്ക എല്ലാ പ്രോജക്ട്സും ചെയ്ത് കഴിയുമ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്, അതൊന്ന് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു തോന്നാറുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഈ ഒരു സീരിയൽ മാത്രമേ ഉള്ളൂ, വേറെ സീരിയൽ ഏതെങ്കിലും? ഞാനിപ്പം നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ. ഇപ്പം പ്രോജക്റ്റ് വേറെ ഏതെങ്കിലും നല്ല കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ഞാനും ഈ അനീഷ് പറഞ്ഞ പോലെ റൊമാൻസ് സംഭവത്തെക്കാട്ടിലും കുറച്ചുകൂടെ, പക്ഷേ റൊമാൻസ് ക്യാരക്ടേഴ്സ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സംസാരിക്കുന്ന റൊമാൻസ് ആയിട്ടോ, റൊമാൻറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ നല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ക്യാരക്ടറാണ് നെഗറ്റീവ് വേഷം ചെയ്യാന്നുള്ളത്. പിന്നെ ഒരു സൈക്കിക് സംഭവം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ആഗ്രഹം എൻ്റെ വൈഫ് അത്യാവശ്യം എഴുതും. ആളിപ്പം MSc സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആള് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം എഴുതിയിട്ടുണ്ടായിരുന്നു. ആള് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട്. സൈക്കോ ആണോ? ഞാനല്ലേ, ഭയങ്കര സൈക്കോ. അതിനകത്ത് സൈക്കോയാ. അപ്പോൾ അത് ഋതു എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം, സ്വാതി ഹീറോയിൻ. അപ്പോൾ അത് അത്യാവശ്യം ഹിറ്റായിരുന്നു. അപ്പം അതിനകത്ത് എൻ്റെ ആ ഒരു ആഗ്രഹം ഇനി കിട്ടിയ ചെയ്യില്ല എന്നല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു എന്താ പറയുക, ചോക്ലേറ്റ് ബോയ് എന്നുള്ളത് മാറിയിട്ട് ഒരു ക്രൂരൻ. അതെ, ഒരു ചെറിയൊരു ക്രൂരൻ, കുഞ്ഞു ക്രൂരൻ പറയട്ടെ. തീർച്ചയായിട്ടും ആ കഥാപാത്രങ്ങൾ മാറി ചെയ്യുമ്പോഴാണ് ഒരു കലാകാരൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുന്നത്. നമുക്ക് എല്ലാം ചെയ്യണം, തീർച്ചയായിട്ടും എല്ലാം ചെയ്ത് നോക്കണം. കോമഡി വരാറുണ്ടോ ചെയ്യാനായിട്ട്? എനിക്ക് കോമഡി ഉണ്ട്, ഇതിനകത്തുണ്ട്. കാലത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ലവായി കോമഡിയായി, ഇനി ഒരു ചെറിയൊരു വില്ലൻ കൂടെ ചെയ്താൽ ഓക്കെ സെറ്റായി. അപ്പം അടുത്ത സീരിയൽ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഉണ്ടെങ്കിൽ നിരഞ്ജൻ വില്ലനാവാൻ റെഡി. ചിലർ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ മടിയായോണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ളത് എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും എല്ലാവർക്കും കുറേ ക്യാരക്ടേഴ്സ്, അതായത് നമുക്കിപ്പം റിയൽ ലൈഫിൽ ഒരു വില്ലൻ ആവാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കും. നമ്മൾ എല്ലാവരും സാധാരണ പോലെ നമ്മൾ ജീവിക്കുക. അപ്പം നമുക്ക് പറ്റുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പല ക്യാരക്ടേഴ്സിലേക്ക് നമ്മളൊന്ന് ചേഞ്ച് ആവുക മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. നെഗറ്റീവ് വേഷം ഇഷ്ടമാണ്, കാരണം എനിക്കൊന്ന് നെഗറ്റീവ് കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും ആൾക്കാരുടെ നെഞ്ചിലേക്ക്. കാരണം അവൻ കാരണം പണി കൊടുത്തല്ലോ രീതിയിലൊക്കെ സംഭവം. എനിക്ക് 3 മണി ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനകത്ത് വില്ലനൊന്നുമല്ല, പക്ഷെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. എന്നിട്ടും എനിക്ക് ടൗണിൽ നിന്ന് അടി കിട്ടിയതാണ് കോട്ടയം ടൗണിൽ വെച്ചിട്ട്. അത് എനിക്ക് കുറച്ച് ഭാര്യ പേടിയുള്ള ഒരു ക്യാരക്ടറായിരുന്നു, BP. അപ്പം ഇതേപോലെ തന്നെ ബി പി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കാദ്യം കത്തിയില്ല, എന്താന്ന് വെളിയിറങ്ങിയപ്പോൾ ഈ ഫ്രണ്ട്സ് പതുക്കെ പറയുന്നത് ഞാൻ കുറച്ച് ട്യൂബ്ലൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എനിക്കറിയില്ല. അപ്പം ഞാൻ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പതുക്കെയാണ് പുള്ളി പറയുന്നത്, ഭാര്യപ്പേടിയാണോ, ആണുങ്ങളായാൽ നട്ടല് വേണം, ഇങ്ങനെ അവളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാളുടെ കൈ കൊണ്ട് ഒറ്റ അടിയായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അടിച്ചു. ടൗണിൽ, കോട്ടയം ടൗണിൽ വെച്ചിട്ടാണ്. സത്യം പറഞ്ഞൊരു ഓണക്കാലമാണ് ഇത്. വിഷുവിനെന്തോ ടെലികാസ്റ്റ് ആയി, നമ്മുടെ 3 മണി വിഷുവിൻ്റെ ദിവസം ടെലികാസ്റ്റ് ആയി. ഓണ സമയത്ത് ഞാൻ ടൗണിൽ പർച്ചേസിനൊക്കെ ചുമ്മാ ഇറങ്ങി, എൻ്റെ ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പം അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇത് എനിക്ക് ചുറ്റുവട്ടം നോക്കാനേ വേണ്ടി. കാരണം ഇത്രയും അത് 2015-ലായിരുന്നു. അയ്യോ ഇല്ല, എവിടെ അടിയുണ്ടോ? കയ്യിലോ? നല്ല വലിച്ചാണ് അടിച്ചേ? അത്യാവശ്യം പെയിൻ എടുത്തു. ആൾക്കാർ കണ്ടു. അല്ല ആൾക്കാര് ഞാൻ സത്യം പറയാൻ നിന്ന് വേർക്കല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളി അയാൾ തന്നെ പറഞ്ഞു സീരിയല് കാണുന്നത്. പക്ഷെ നമ്മളും എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ
രവി എന്ന് വിളിച്ചിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് എടാ രവി. രവി അപ്പോൾ അത് വിളിച്ചതിലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ ലൊക്കേഷനിലൊക്കെ വന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, വേണു സാറായിരുന്നു എൻ്റെ ഡയറക്ടർ, അനിൽചേട്ടനായിരുന്നു റൈറ്ററൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അവരുടെ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞു, ഞാനിത് വിടാൻ പോകും, എനിക്ക് എന്നെ മാത്രം എടുത്തിട്ട് അടിച്ചു എന്നൊക്കെ എനിക്ക്, കാരണം എൻ്റെ നായികയാണ് അതിനകത്ത് വില്ലത്തി. അപ്പം എനിക്ക് മാത്രം അടി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇത് ചിലപ്പോൾ ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കാണ്. പിന്നെ അവസാനം അവർ കൺവിൻസ് ചെയ്തു, അല്ലടാ അത് നിന്റെ ക്യാരക്ടർ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് കേട്ടപ്പോൾ പിന്നെ കോൺഫിഡൻസ് ആയി. അടി കിട്ടണേന്ന് വെച്ചു. പിന്നെ എന്നെ അടിച്ചോളൂ, അടിക്കണോ അടിച്ചോളൂ. പിന്നെ പക്ഷെ അടിയൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ എല്ലായിടത്തു നിന്നും സ്നേഹമാണ് കിട്ടിയിട്ടുള്ളത്. ലൈക്ക് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ചെയ്യുമ്പോൾ വെളിയിറങ്ങുമ്പോൾ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മളെ ചീത്ത വിളിക്കുക, വഴക്ക് പറയുക, ഇതൊക്കെ തന്നെയാണ്. അത് എപ്പോഴും നല്ല തന്നെയാണ്. നെഗറ്റീവ് എപ്പോഴും ചെയ്യണം. ഒരു നെഗറ്റീവ് എന്തായാലും നിരഞ്ജനെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും.